പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, +1 കെമിസ്ട്രിയുടെ ഫോക്കസ് പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 5ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാമത്തെ ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറാണ്. അതിലെ 16 പോയിൻറ്റ്സാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 16 ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. തുടങ്ങാം അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ: What are the main postulates of valence shell electron pair repulsion theory? VSEPR തിയറിയുടെ മെയിൻ പോസ്റ്റുലേറ്റ്സ് എന്തെല്ലാം? ഇംഗ്ലീഷിലും മലയാളത്തിലും അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. 1. The shape of the molecule depend on the number of valence electron pairs of the central atom. മധ്യ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ പെയറുകളാണ് ഒരു മോളിക്യൂളിൻ്റെ രൂപം തീരുമാനിക്കുന്നത്. നമ്പർ 2. Electron pairs repel each other. As a result, electron pairs try to stay as far as possible to acquire state of minimum energy or maximum stability. വാലൻസ് ഇലക്ട്രോൺ പെയറുകൾ പരസ്പരം വികർഷിക്കുന്നു. അതിൻ്റെ ഫലമായി കുറഞ്ഞ ഊർജവും കൂടിയ സ്ഥിരതയുമുള്ള അവസ്ഥ ലഭിക്കുന്നതിന് ഇലക്ട്രോൺ പെയറുകൾ പരമാവധി അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് 2ാമത്തെ പോയിൻ്റ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയേഴ്സുകൾ വികർഷിച്ച് പരമാവധി അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നോർത്തിരുന്നാൽ മതി. 3ാമത്തെ പോയിൻ്റ്: റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ്. ലോൺ പെയർ ഈസ് ഗ്രേറ്റർ ദാൻ, ലോൺ പെയർ ബോണ്ട് പെയർ ഈസ് ഗ്രേറ്റർ ദാൻ, ബോണ്ട് പെയർ. ഓക്കെ, 2ാമത്തെ പോയിന്റിലേക്ക് വരാം. എക്സ്പ്ലെയിൻ ദി ഷേപ്പ് ഓഫ് ഫോളോയിങ് മോളിക്യൂൾ ഓൺ ദി ബേസിസ് ഓഫ് VSEPR തിയറി. വളരെ പ്രധാനപ്പെട്ടതാണ്. മോളിക്യൂളിൻ്റെ ഘടന പറയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം വരും. VSEPR തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് തന്മാത്രകളുടെ ഘടന പറയുക. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. BeCl2 കണ്ടോ, ബെർലിയം ക്ലോറൈഡ്. അതിൻ്റെ സ്ട്രക്ചർ ലീനിയർ ജോമെട്രിയാണ്. അതിൻ്റെ ആംഗിൾ 180 ഡിഗ്രിയാണ്. 2ാമത്തത് BF3 ബോറോൺ ട്രൈഫ്ലുറൈഡിൻ്റെ ഘടന ട്രൈഗണൽ പ്ലാനാറാണ്. അതിൻ്റെ ആംഗിൾ 120 3 ബോണ്ട് പെയറുകളാണ് അതിലുള്ളത്. നോക്കിയാലേ 3 ബോണ്ട് കണ്ടില്ലേ? ട്രൈഗണൽ പ്ലാനാർ ജോമെട്രി, അതാണ് അതിൻ്റെ ഘടന. അടുത്തത് CH4 4 ബോണ്ട് പെയറുകളാണ് അതിലുള്ളത്. അതിൻ്റെ ഘടന ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ്. അതിൻ്റെ ആംഗിള് 109.5 ഡിഗ്രിയാണ്. അടുത്താണ് PCl5 ട്രൈഗണൽ ബൈ പിരമിഡാണ് അതിൻ്റെ ഘടന. അതിൻ്റെ ആംഗിള് 120 ഉണ്ട്, 90 ഉണ്ട്. രണ്ടും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ചിത്രത്തിൽ കാണാം. അടുത്ത SF6 ആണ്. അതിൻ്റെ ഘടന ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. കണ്ടോ, മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ്, അമോണിയയുടെ ഘടനയാണ്. അമോണിയയുടെ ഘടന പിരമിഡൽ ഘടനയാണ്. പിരമിഡൽ ഓർത്തിരിക്കുക. അതിൻ്റെ ആംഗിൾ 107 ഡിഗ്രിയാണ്. ശരിക്കും വേണ്ടത് 109 ഡിഗ്രിയാണ് വേണ്ടത്. പക്ഷേ 107 ഡിഗ്രി ആവാൻ കാരണം എന്താണെന്ന് ചോദ്യം വരാറുണ്ട്. അതിന് കാരണം അതിലൊരു ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ്. അമോണിയയുടെ മുകളിലുണ്ട് ഒരു 2 ഇലക്ട്രോൺ ഇങ്ങനെ നിൽക്കുന്ന, 2 കണ്ണ് കാട്ടി നിൽക്കുന്ന പോലെ കാണുന്നില്ലേ? ആ ഇലക്ട്രോൺ പെയർ ഉള്ളത് കൊണ്ടാണ്, അതായത് ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി ആയിട്ട് മാറിയത്. ഏതിൽ? അമോണിയയിൽ. ഓക്കെ, അപ്പോൾ അമോണിയയുടെ ഘടന പിരമിഡൽ ഘടനയാണ്, ട്രൈഗണൽ പിരമിഡൽ. നെക്സ്റ്റ്, വാട്ടർ തന്മാത്രയുടെ ഘടന നോക്കൂ, കാണുന്നില്ലേ? വി ഷേപ്പാണ്. 2 ബോണ്ട് പെയറും 2 ലോൺ പെയറുമാണ് വാട്ടർ മോളിക്യൂളിലുള്ളത്. അതിൻ്റെ ഘടന വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് എന്നൊക്കെ അറിയപ്പെടും. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രിയാണ്. അമോണിയയുടേത് 107 ഡിഗ്രിയാണ്. ഇതിൽ 104.5 ഡിഗ്രിയാണ്. എന്താ അങ്ങനെ ആവാൻ കാരണം? ഇതിലൊന്നും കൂടെ കുറയാൻ കാരണം, ജലതന്മാത്രയിലെ ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രി ആവാൻ കാരണം അതിൽ 2 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. 2 ലോൺ പെയറുകളിലും കൂടി റിപ്പൽ ചെയ്യുമ്പോൾ ബോണ്ട് ആംഗിൾ കുറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് വാട്ടർ തന്മാത്രയുടെ ഘടന? വി ഷേപ്പാണ്. വി ഷേപ്പ്. ബോണ്ട് ആംഗിൾ എത്ര? 104.5.
എന്തുകൊണ്ടാണ്? 2 ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് ബോണ്ട് ആംഗിൾ നന്നായി കുറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാം? ഇംഗ്ലീഷിലും മലയാളത്തിലും അവിടെ കൊടുത്തിട്ടുണ്ട്. സിഗ്മ ബോണ്ട് എൻഡ് ടു എൻഡ് ഓവർലാപ്പിങ്ങിലൂടെ ഉണ്ടാകുന്നതാണ്, മറ്റത് സൈഡ് വൈസ് ഓവർലാപ്പിങ്ങിലൂടെ ഉണ്ടാകുന്നതാണ്. ഓക്കെ, സിഗ്മ ബോണ്ട് എസ്സും 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 പിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് ഉണ്ടാവാം. എന്നാൽ പൈ ബോണ്ട് പിയും തമ്മിലുള്ള ഓവർലാപ്പിങ്ങിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത്, സിഗ്മ ബോണ്ട് സ്ട്രോങ് ആണ്, പൈ ബോണ്ട് വീക്കാണ്. ഓക്കെ, സിഗ്മ ബോണ്ടിലൂടെ ഫ്രീ റൊട്ടേഷൻ, ഇങ്ങനെ കറങ്ങാൻ സാധിക്കും, ഫാനിൻ്റെ ലീഫ് കറങ്ങുന്നത് പോലെ ഇങ്ങനെ കറങ്ങും. പക്ഷേ പൈ ബോണ്ടിലൂടെ ആ കറക്കം സാധ്യമല്ല. ഫ്രീ റൊട്ടേഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇംഗ്ലീഷും മലയാളത്തിലൂടെ ഉണ്ട്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോയാലോ. 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ? Give their characteristic. Intermixing of atomic orbitals of same element with slightly different energies and different shape to get orbitals of same energy and shape is called hybridization. ഒരു എലമെൻറ്റിൻ്റെ, ഒരു മൂലകത്തിൻ്റെ ഊർജത്തിൽ നേരിയ വ്യത്യാസമുള്ളതും വ്യത്യസ്ത രൂപമുള്ളതുമായ അറ്റോമിക് ഓർബിറ്റലുകൾ കൂടിച്ചേർന്ന് ഒരേ ഊർജവും ഒരേ രൂപവുമുള്ള ഓർബിറ്റലുകളായി മാറുന്ന പ്രക്രിയയാണ് ഹൈബ്രിഡൈസേഷൻ. വ്യത്യസ്ത ഊർജവും വ്യത്യസ്ത രൂപവുമുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരേ ഊർജവും ഒരേ രൂപവുമുള്ള ആളായിട്ട് മാറുക. എന്താ അതിൻ്റെ പ്രത്യേകതകൾ? 1, നമ്പർ ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോംഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓർബിറ്റൽസ് ദാറ്റ് ഗെറ്റ് ഹൈബ്രിഡൈസ്ഡ്. എത്ര ഓർബിറ്റലാണോ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് അത്രയും ഓർബിറ്റലുകൾ ഹൈബ്രിഡ് ഓർബിറ്റലായിട്ട് മാറും. ഓക്കെ, അടുത്തത്, ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഹാവ് സെയിം എനർജി ആൻഡ് ഷേപ്പ്. നമ്പർ 3, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഡയറക്റ്റഡ് ഇൻ സം ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ, ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് നിൽക്കും ഹൈബ്രിഡ് ഓർബിറ്റൽ. എന്താ ഹൈബ്രിഡ് ഓർബിറ്റൽ? ഹൈബ്രിഡൈസേഷനിലൂടെ ഉണ്ടായ ഓർബിറ്റലിനാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹൈബ്രിഡൈസേഷൻ പഠിച്ചു, ഹൈബ്രിഡൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു. അടുത്ത പോയിന്റിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ sp3 ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും കൂടിച്ചേർന്ന് 4 sp3 ഹൈബ്രിഡൈസർ ഓർബിറ്റൽ ഉണ്ടാകുന്നതിനാണ് sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. ഒരു എസ്സും 3 p എന്ന് പറഞ്ഞാൽ 4 അപ്പോൾ ഉണ്ടാകുമ്പോൾ 4 ഉണ്ടാവും. കൂടിച്ചേരുന്നത് 4 പേരാണ്. അപ്പോൾ 4 കൂടിച്ചേരുന്നു, ഉണ്ടാകുമ്പോൾ 4 ഉണ്ടാവും. റെഡി? ഇതിനാണ് sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. എക്സാമ്പിളാണ് CH4 ഉണ്ടാകുന്നത്. നമ്പർ 7, എക്സ്പ്ലെയിൻ sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പറയാമല്ലോ, ഒരു എസ്സും 2 പിയും കൂടി ചേർന്ന് 3 sp2 ഹൈബ്രിഡൈസർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. എക്സാമ്പിൾ BF3, അതിൻ്റെ ഘടന ട്രൈഗണൽ പ്ലാനാർ, നേരത്തെ പറഞ്ഞതാണ്. അടുത്തത്, എക്സ്പ്ലെയിൻ sp ഹൈബ്രിഡൈസേഷൻ. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒരു എസ്സും ഒരു പിയും കൂടി ചേർന്ന് 2 sp ഹൈബ്രിഡൈസർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. ഇതിന് എക്സാമ്പിളാണ് BeCl2. ആംഗിള് 180, ഘടന ലീനിയറാണ്. മലയാളത്തിലും അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. അപ്പോൾ 8 ക്വസ്റ്റ്യനായി. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൈബ്രിഡൈസേഷൻ ഇൻ ഹൈഡ്രോകാർബൺ. ഹൈഡ്രോകാർബണിലുള്ള ഹൈബ്രിഡൈസേഷൻ ഏതൊക്കെയാണ്? ആൽക്കെയിനിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആയിരിക്കും. ആൽക്കീനിൽ ഡബിൾ ബോണ്ടുള്ള കാർബണുള്ള കോമ്പൗണ്ടിനാണ് ആൽക്കീൻ എന്ന് പറയാം. ഇങ്ങനെ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കും. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടുള്ള കാർബണാണ്. ട്രിപ്പിൾ ബോണ്ടുള്ള കാർബണുള്ള ഹൈഡ്രോകാർബണെയാണ് ആൽക്കൈൻ എന്ന് പറയാം. ആൽക്കൈനിലെ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഓക്കെ, സ്വാഭാവികമായും 10ാമത്തെ പോയിൻ്റ് ഇങ്ങനെ വരും. മീഥെയിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3. എത്തീൻ, അതിൽ ഹൈബ്രിഡൈസേഷൻ sp2. അസറ്റിലീൻ, അതായത് ഇഥൈൻ, ട്രിപ്പിൾ ബോണ്ടാണ്, അതിൽ ഹൈബ്രിഡൈസേഷൻ sp. അപ്പോൾ ഇഥൈൻ എന്ന് പറയുന്ന ഹൈഡ്രോകാർബണിൻ്റെ ഘടന എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. ഇതൊക്കെ 10ാമത്തെ പോയിൻ്റായിട്ട് ഓർത്തിരിക്കണം. നമുക്ക് 11ാമത്തെ പോയിൻറ്റിലേക്ക് വരാം. ഇഥൈൻ എന്ന് പറയുന്ന മോളിക്യൂളിന് വേറെ പേരും കൂടെ അറിയപ്പെടും,
അസറ്റിലീൻ എന്നറിയപ്പെടും. അതിൻ്റെ ഫോർമുലയാണ് C2H2. C2H2ൻ്റെ ഘടന എന്താണ്? ലീനിയറാണ്. അതിലെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? SP ആണ്. ഓക്കെ, അതിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഉള്ളത് എന്നറിയണം. ഇനി ഈ ഇഥൈനെ പ്രിപ്പയർ ചെയ്യണത് എങ്ങനെയെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വേറെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ തന്നെ പറയാം. കാൽസ്യം കാർബൈഡിനെ ജലവുമായി പ്രവർത്തിപ്പിച്ചാൽ അസറ്റിലീൻ കിട്ടും, അതായത് ഇഥൈൻ കിട്ടും. അസറ്റിലീൻ്റെ വേറെ പേരാണ് ഇഥൈൻ. ഇഥൈൻ്റെ ഘടന ലീനിയർ, അതിൻ്റെ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട്, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ SP. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കാൽസ്യം കാർബൈഡിനെ ജലവുമായി പ്രവർത്തിപ്പിച്ചാൽ മതി. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. 11ാമത്തെ പോയിന്റ്. വാട്ട് ആർ ദി പോസ്റ്റുലേറ്റ്സ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി? മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് പറയാം. മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റൽസ് കൂടി ചേർന്നിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവുക. 2, നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ ഫോംഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽ. കൂടിച്ചേരുന്ന അറ്റോമിക് ഓർബിറ്റലിൻ്റെ എണ്ണത്തിന് തുല്യമായിരിക്കും ഉണ്ടാകുന്ന മോളിക്കുലർ ഓർബിറ്റലിൻ്റെ എണ്ണം. 3, ഇൻ മോളിക്കുലർ ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് അക്കോർഡിംഗ് ടു ദി ആഫ്ബാ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ. ഈ 3 റൂളിനെയും ബേസ് ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാറ്. ഓക്കെ, 11ആയി. 12ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ? ഇംഗ്ലീഷിലും മലയാളത്തിലും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പോയിൻ്റെങ്കിലും മക്കൾ പഠിച്ചു നോക്കണം. 1, BMO, ദാറ്റ് ഈസ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഈസ് ഫോംഡ് ബൈ അഡീഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ. മറ്റത് സബ്സ്ട്രാക്ഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ. ഇപ്പുറം എനർജി കുറവായിരിക്കും BMOക്ക്, ABMOക്ക് എനർജി കൂടുതലായിരിക്കും. റെഡി? മലയാളം അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ എന്താണ്? ഈ ബോണ്ട് ഓർഡർ ഈസ് റിലേറ്റഡ് ടു ബോണ്ട് ലെങ്ത് ആൻഡ് ബോണ്ട് സ്ട്രെങ്ത്. ബോണ്ട് ലെങ്ത്തുമായും ബോണ്ട് സ്ട്രെങ്ത്തുമായും ബോണ്ട് ഓർഡർ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ബോണ്ട് ഓർഡർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ബോണ്ട് ഓർഡർ ഈക്വൽ ടു ½ ഇൻറ്റു NB മൈനസ് NA. അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നില്ല, സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉണ്ട്. Bond order is defined as half of the difference between number of electron in bonding molecular orbital and number of electron in anti-bonding molecular orbital. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചാലും മതി. ½ ഇൻറ്റു NB മൈനസ് NA. NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇങ്ങനെ ബോണ്ട് ഓർഡർ 1 ആണ് കിട്ടുന്നത് എന്ന് കരുതുക ചെയ്യുമ്പോൾ. അപ്പോൾ അത് സിംഗിൾ ബോണ്ട് ആയിരിക്കും. ബോണ്ട് ഓർഡർ 2 ആണ് കിട്ടുന്നതെങ്കിൽ ഡബിൾ ബോണ്ട്, ബോണ്ട് ഓർഡർ 3 ആണ് കിട്ടുന്നതെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. റെഡി? അപ്പോൾ ചിലർക്ക് സംശയമുണ്ടോ, 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്ക് 1.5 കിട്ടുകയാണെങ്കിലോ? അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ബോണ്ടിൻ്റെ സ്ട്രെങ്ത്ത് 1നേക്കാൾ കൂടുതലും 2നേക്കാൾ കുറവുമായിരിക്കും എന്നർത്ഥം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. ബോണ്ട് ഓർഡർ പഠിച്ചു വെക്കണേ, ആ ഇക്വേഷൻ പഠിച്ചു വെക്കണേ. ½ ഇൻറ്റു NB മൈനസ് NA. 14ാമത്തെ ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ. ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റിയും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കാം. മോളിക്കുലർ ഓർബിറ്റൽ ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് σ1s2. കാരണം ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ അതിൻ്റെ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ σ1s2 എന്നാണ്. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കാം, σ1s2. അപ്പോൾ σ1s2 എന്നുള്ളതിൽ ഇലക്ട്രോൺ ഉള്ളത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലാണ് അല്ലേ? അതുകൊണ്ട് NB ഈക്വൽ ടു 2. ആൻറ്റി ബോണ്ടിങ് വരികയാണെങ്കിൽ σ* എന്ന് വരും. ഇതിൽ സ്റ്റാർ ഇല്ലല്ലോ, അതുകൊണ്ട് NAയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ½ ഇൻറ്റു 2 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദെർഫോർ ബോണ്ട് ഓർഡർ ഈസ് പോസിറ്റീവ്. ബോണ്ട് ഓർഡറിൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണ്, 1 എന്ന് പറയുന്ന വാല്യൂ. അതുകൊണ്ട് മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ.
ബോണ്ട് ഓർഡർ 1 ആയതുകൊണ്ട് സിംഗിൾ ബോണ്ടായിരിക്കും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇടയ്ക്കുള്ള ബോണ്ട്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ നോക്കൂ. 15ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഹീലിയം മോളിക്യൂൾ He2 മോളിക്യൂൾ വിൽ നോട്ട് എക്സിസ്റ്റ്. He2 മോളിക്യൂൾ എന്ത് ചെയ്യുന്നില്ല, അതിന് സ്ഥിരതയില്ല. എന്തുകൊണ്ട്? അതറിയണമെങ്കിൽ അതിൻ്റെ മോളിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. He2 എന്ന് പറയുന്ന മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2. NB എത്ര? 2. Na എത്ര? ആൻറ്റിബോണ്ടിങ്ങിൽ സ്റ്റാറുള്ള ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 എണ്ണം. അപ്പോൾ Na 2 NB 2. അപ്പോൾ ഹാഫ് ഇൻറ്റു NB മൈനസ് Na ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ബോണ്ട് ഓർഡർ 0 ആയാൽ ആ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആയിരിക്കും, അത് സ്ഥിതി ചെയ്യില്ല. അതാണ് അവിടെ ദെയർഫോർ ഇറ്റ് വിൽ നോട്ട് എക്സിസ്റ്റ്. കണ്ടോ ക്വസ്റ്റ്യൻ കണ്ടോ? അടുത്ത പോയിന്റിലേക്ക് പോട്ടെ. അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം നേരത്തെ പറയേണ്ടിയിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ബോണ്ട് ഓർഡർ ബോണ്ട് ലെങ്ത്തുമായും ബോണ്ട് സ്ട്രെങ്ത്തുമായും ബന്ധം എന്താണ്? അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ ആ നോട്ട്സ് ഒന്നുകൂടെ നോക്ക്. ബോണ്ട് ലെങ്ത്തുമായി ബോണ്ട് ഓർഡറിൻ്റെ ബന്ധം എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷനാണ്. ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്ത്. അടുത്തത് ബോണ്ട് സ്ട്രെങ്ത്തുമായി ബോണ്ട് ഓർഡറിന് എന്താണ് ബന്ധം? ബോണ്ട് സ്ട്രെങ്ത്തുമായി ബോണ്ട് ഓർഡറിൻ്റെ ബന്ധം എന്ന് പറയുന്നത് ഡയറക്റ്റ് റിലേഷനാണ്. ബോണ്ട് ഓർഡർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്ത്. ബോണ്ട് ഓർഡർ ബോണ്ട് സ്ട്രെങ്ത്തുമായി നേർ അനുപാതത്തിലാണ്. പഠിച്ചു വെക്കണേ, വളരെ പ്രധാനമാണ്. നോട്ട്സ് നോക്കുക, സ്ക്രീനിൽ നോക്കുക. ആ നോട്ട്സിൻ്റെ അവസാനം അതാ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഈ ചാപ്റ്ററിലെ 16ാമത്തെ പോയിൻ്റ്, അതായത് ലാസ്റ്റ് പോയിൻ്റ്. കാൽക്കുലേറ്റ് ബോണ്ട് ഓർഡർ ആൻഡ് പ്രഡിക്റ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ O2 മോളിക്യൂൾ. ഒരു ഓക്സിജൻ ആറ്റത്തിൽ എത്ര ഇലക്ട്രോണാണുള്ളത്? 8 ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ O2 മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 16 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ അതവിടെ കൊടുത്തിരിക്കുന്നു. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 സിഗ്മ 2pz2 പൈ 2px2 ഈക്വൽ ടു പൈ 2py2 പൈ സ്റ്റാർ 2px1 ഈക്വൽ ടു പൈ സ്റ്റാർ 2py. എത്ര ഇലക്ട്രോണായി? മൊത്തം 16ആയി. ഓക്കെ അല്ലേ? അപ്പോൾ Na എത്ര ആണെന്ന് നോക്കിയേ. Na സ്റ്റാർ ഇല്ലാത്തതിലൊക്കെ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കുക. 10 ഇലക്ട്രോൺ ഉണ്ട്. സ്റ്റാർ ഉള്ളതിൽ, സ്റ്റാർ ഇട്ടതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഉണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 മൈനസ് 6 ഈക്വൽ ടു 2. അപ്പോൾ ബോണ്ട് ഓർഡറിൻ്റെ വാല്യൂ പോസിറ്റീവാണ്. അതുകൊണ്ട് ഓക്സിജൻ മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ബോണ്ട് ഓർഡർ 2 ആണ്. അതുകൊണ്ട് ഓക്സിജൻ മോളിക്യൂളിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അതുപോയി. ഇനി ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയണം. ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയാൻ വേണ്ടി എന്താ നോക്കേണ്ടതെന്നറിയോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒറ്റയ്ക്ക് ഇലക്ട്രോണുകൾ നിൽക്കുന്നുണ്ടോ നോക്കുക, ജോഡി അല്ലാതെ ഇലക്ട്രോണുകൾ നിൽക്കുന്നുണ്ടോ നോക്കുക. ഉണ്ട്. ലാസ്റ്റ് കണ്ടില്ലേ? പൈ സ്റ്റാർ 2px1 പൈ സ്റ്റാർ 2py1 എന്നുണ്ടില്ലേ? ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇലക്ട്രോണുകൾ നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ്. ജോഡിയല്ലാത്ത ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അത്തരം മോളിക്യൂളുകൾ പാരാമാഗ്നറ്റിക് ആണ്. എല്ലാ ഇലക്ട്രോണുകളും ജോഡിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് ആണ്. H2 ഡയാമാഗ്നറ്റിക് ആണ്. He2 ഡയാമാഗ്നറ്റിക് ആണ്. ഇങ്ങനെ ജോഡിയുള്ള ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളുവെങ്കിൽ അത്തരം തന്മാത്രകൾ ഡയാമാഗ്നറ്റിക്കും, ജോഡിയല്ലാത്ത ഇലക്ട്രോണുകൾ മോളിക്യൂളിൽ ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക്കുമായിരിക്കും. ഓക്കെ, ഈ 16 പോയിൻ്റ് വീണ്ടും കേട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.